എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 6 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 4 to 6 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട മാർഗ്ഗമാണ്. കാരണം നമുക്ക് ഒന്ന് പരിശ്രമിച്ചാൽ, അതായത് ഒരുപാട് സമയം പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ ചുരുങ്ങിയ സമയം ഒന്ന് പരിശ്രമിച്ചാൽ, ചുരുങ്ങിയ സമയം കൊണ്ട് പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും മാർക്ക് മേടിക്കാം എന്ന് ഉറപ്പിക്കാവുന്ന ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ഇപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഓർഡർ ഡിഗ്രി ആണ്. അത് മോഡലിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പബ്ലിക് എക്സാമിനും ഓർഡറും ഡിഗ്രിയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു ചോദ്യം ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ എത്രയാണ്? dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി d⁻1 ബൈ dx⁻1 ആണ്. അപ്പോൾ അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. d²y ബൈ dx² എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, അല്ലേ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്, അല്ലേ? d³ ബൈ dx³, അതായത് ഹയസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ആ ഒരു ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്താണ്? ഇവിടെ ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതാണ് ഓർഡർ. എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു അതിനാണ് ഓർഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി എന്താണ് ഡിഗ്രി? പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമുണ്ട്. ഓർഡർ ഒരു ടേമിൽ നിന്ന് എഴുതും, ഡിഗ്രി ഏറ്റവും വലുത് നോക്കി വേറെ സ്ഥലത്ത് പോയി എഴുതും. പൊട്ടത്തെറ്റാണ്. ഓർഡറും ഡിഗ്രിയും ബോത്ത് ആർ കമ്മിങ് ഫ്രം എ സിംഗിൾ ടേം. അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈ ഹയസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ വരുന്ന ടേം ഏതാണോ ആ ഡെറിവേറ്റീവ് ടേമിന്റെ പവർ, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. ഇപ്പൊ ഇതിന്റെ പവറിലൊരു, ഇപ്പൊ d³ ബൈ dx³ ആണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചോ, അതിന്റെ പവറിലൊരു 2 ഉണ്ടെങ്കിൽ ആ 2 ആണ് നമ്മുടെ ഡിഗ്രി. ഓക്കെ, ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ഇപ്പോൾ ഫസ്റ്റ് ചോദ്യം തന്നെ എടുത്തോളൂ, അതിൻ്റെ ഓർഡർ നിങ്ങൾ പറഞ്ഞേ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഓർഡർ എന്താണ്? ഓപ്ഷൻ എ, ഇവിടെ dy ബൈ dx ഉണ്ട്, d²y ബൈ dx² ഉണ്ട്. സ്വാഭാവികമായി ഹയസ്റ്റ് എന്ന് പറയുന്നത് d²y ബൈ dx² ആണ്. ഇത് ഓർഡർ 1 ആണ്, ഇത് ഓർഡർ 2 ആണ്, ഇത് ഓർഡർ 1 ആണ്. dy ബൈ dx ഓർഡർ 1 ആണ്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഓർഡർ d²y ബൈ dx² ഉള്ളതുകൊണ്ട് ഓർഡർ 2 ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓർഡർ എഴുതിയ അതേ ടേമിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഡിഗ്രി എഴുതുന്നത്. ഓക്കെ, ഓർഡർ എഴുതിയ അതേ ടേമിൽ നിന്ന് തന്നെയാണ് ഡിഗ്രി എഴുതുന്നത്. d²y ബൈ dx² പവർ 2. അപ്പോൾ ഡിഗ്രി എത്രയാണ്? 2. പലരും തെറ്റിച്ചു വെക്കുന്നത് ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 3 കാണുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ വലുത് 3 ആണല്ലോ, അപ്പോൾ അതായിരിക്കും ഡിഗ്രി എന്ന് പറഞ്ഞ് 3ലേക്ക് പോകും. അത് തെറ്റാണ്. ഓർഡർ എഴുതുന്നത് എവിടുന്നാണോ അയാളുടെ പവറാണ് ഡിഗ്രി. അപ്പോൾ ബോത്ത് ഓർഡർ ആൻഡ് ഡിഗ്രി ആർ കമ്മിങ് ഫ്രം എ സിംഗിൾ ടേം എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. 2 ഒറ്റ ടേമിൽ നിന്നാണ് എഴുതുന്നത്. ഓക്കെ, ഓർഡർ ഒരു സ്ഥലത്തു നിന്നും ഡിഗ്രി മറ്റൊരു സ്ഥലത്തു നിന്നും അല്ല എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഡർ, എന്താണ് ഡിഗ്രി? ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് നോക്കിക്കേ. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കണം, ഇവിടെ 4 ഒക്കെ കാണുമ്പോൾ ഇങ്ങോട്ടൊക്കെ മനസ്സ് ചാഞ്ചാടി പോകരുത്. വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇവിടെ ആദ്യമേ ഓർക്കേണ്ടത് ഓർഡർ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവിൽ ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഡെറിവേറ്റീവ് ഇവിടെ ds ബൈ dt ഉണ്ട്, d²s ബൈ dt² ഉണ്ട്. അതിനകത്ത് വലിയവൻ ആരാ? d²s ബൈ dt² ആണ് വലിയവൻ. അവിടാണ് ഓർഡർ 2 ഉള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിഗ്രി എന്ത് വരും? ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓർഡർ 2 എഴുതിയ ആൾ ഇയാളാ, അയാളുടെ പവറിൽ നിൽക്കുന്ന ആൾ 1 ആണ്, ശരിയല്ലേ? അയാളുടെ പവറിൽ നിൽക്കുന്ന ആൾ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോ. ഇവിടെ ഓർഡർ പറയാം. ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് ഓർഡർ പറയാം, അതിനകത്തൊരു പ്രയാസവും ഇല്ല. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ, അഥവാ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അഥവാ ഡിഫറൻഷ്യൽ ടേംസ് ഉള്ള ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത്തരത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഓർഡർ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനും ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഡിഗ്രി ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇറ്റ് ഷുഡ് ബി സിമിലർ ടു എ പോളിനോമിയൽ, അതായത് ഒരു പോളിനോമിയലിനെ പോലെ ഇരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ അതിനെന്തുണ്ടാവുള്ളൂ? അതിന് ഡിഗ്രി ഉണ്ടാവുള്ളൂ. കാരണം സാധാരണഗതിയിൽ എപ്പോഴാണ് പോളിനോമിയൽ അല്ലാതെ വരുന്നത്? ഈവൻ നമ്മുടെ ട്രിഗണോമെട്രിക് ടേംസിനുള്ളിൽ
അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷനായിട്ട് വരാൽ ട്രിഗ്നോമെട്രിക് ടേംസിനുള്ളിൽ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിഗ്രി ഡിഫൈൻഡ് അല്ല. പവറിൽ ഫ്രാക്ഷൻ വന്നാൽ ഇപ്പോൾ റൈസ് ടു 3/2 dy/dx റൈസ് ടു 2/3 അങ്ങനെ വന്നാലും ഡിഗ്രി ഡിഫൈൻഡ് അല്ല. നമുക്ക് അത് മാറ്റി ചെയ്യാൻ പറ്റും. ഡിഗ്രി കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഈവൻ നമുക്ക് 100% ഡിഗ്രി ഡിഫൈൻഡ് അല്ല എന്ന് പറയുന്നത്, അതായത് ഡിഗ്രി നേരിട്ട് എഴുതാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. സൈൻ അല്ലെങ്കിൽ കോസ് അല്ലെങ്കിൽ ടാൻ അല്ലെങ്കിൽ ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ, e/dydx വന്നു കഴിഞ്ഞാൽ, എക്സ്പോണൻഷ്യലിനുള്ളിൽ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ, ലോഗരിതത്തിനുള്ളിൽ ലോഗ് ഓഫ് dydx വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എന്ത് ഡിഫൈൻഡ് അല്ല, ഡിഗ്രി ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഗ്രി ഡിഫൈൻഡ് ആണോ അല്ലേ നിങ്ങൾ പറഞ്ഞേ? കോസിനുള്ളിൽ ഡെറിവേറ്റീവ് വന്നേക്കുന്നു അല്ലേ, കോസിനുള്ളിൽ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഈ പറഞ്ഞ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഉള്ളിലോ ലോഗരിതത്തിനുള്ളിലോ എക്സ്പോണൻഷ്യനുള്ളിലോ ഒക്കെ ഈ ഫംഗ്ഷൻ കോമ്പോസിറ്റ് ഫംഗ്ഷനായിട്ട് ഡെറിവേറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കോസ് എക്സ് ഇൻറ്റു dydx മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കോസിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് വന്നാൽ അത് പ്രശ്നമാണ്. മനസ്സിലാക്കണേ, കോസിൻ്റെ അകത്ത് ഡെറിവേറ്റീവ്, ഈ dydxൻ്റെയും കോസ് എക്സിൻ്റെയും കോമ്പോസിഷൻ ഏത്, അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ഫംഗ്ഷനായിട്ട് ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റത്തില്ല, ഡിഗ്രി പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പോളിനോമിയൽ രൂപത്തിലല്ല എന്നതാണ് ഉത്തരം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൽ നമുക്ക് ഓർഡർ പറയാം. ഓർഡർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യത്തിലെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, കാരണം dydx-നേക്കാൾ വലുതാണ് d3y/dx3. അപ്പോൾ ഓർഡർ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, പക്ഷെ ഡിഗ്രി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം കോസിനകത്ത് ഡെറിവേറ്റീവ് വന്നേക്കുന്നു. അതങ്ങനെ എഴുതിയാൽ മതി, ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതുന്നതാണ് ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ട അവസാന ചോദ്യം കൂടെ നോക്കിയോ. d3y/dx3 ആണ് y∭' എന്ന് പറയുന്നത്. നൊട്ടേഷൻ എല്ലാം പഠിച്ചു വെക്കണേ, ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ y' എന്ന് പറയുന്നത് തന്നെയാണ് dy/dx. അതിനെ തന്നെ നമ്മൾ y1 എന്ന് എഴുതാറുണ്ട്. ഈ ഒരു നൊട്ടേഷൻ എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ നൊട്ടേഷൻ നമ്മളൊരു ചോദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. tan x × y2 അത് തെളിയിച്ച് കാണിക്കാൻ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് തെളിയിച്ച് കാണിക്കാനുള്ള ഒരു ചോദ്യത്തിൽ ഈ y1 y2 എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ നൊട്ടേഷൻ പഠിക്കുമ്പോൾ ഇത് 3 പഠിക്കണം. ഇത് 3 ഒന്നാണെന്ന് മനസ്സിലാക്കണം. y∭' എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, d²y/dx². അത് തന്നെയാണ് y2. y∭' എന്ന് പറയുന്നതാണ് d3y/dx3. അത് തന്നെയാണ് y3. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ പറഞ്ഞേ, ഇതിനകത്ത് y' എന്ന് പറഞ്ഞാൽ dy/dx, y എന്ന് പറഞ്ഞാൽ y മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഡിഫറൻഷ്യൽ ടേം അല്ലാതെ. ഇത് ഡിഫറൻഷ്യൽ ടേംസ് നോക്കുക, dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്, d3y/dx3 ഉണ്ട്. അതാണ് y∭'. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആണ്, അല്ലെങ്കിൽ y3, അല്ലെങ്കിൽ എത്ര ഡാഷ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? ഓർഡർ = 3. ഓർഡർ എഴുതിയ അതേ ടേമിന്റെ പവറാണ് ഡിഗ്രി. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങളും ഈ ഒന്നാമത്തെ ചോദ്യത്തിലും രണ്ടാമത്തെ ചോദ്യത്തിലും നാലാമത്തെ ചോദ്യത്തിലും ഇല്ല. മൂന്നാമത്തെ ചോദ്യം മാത്രമാണ് കോസിനകത്ത് ഡെറിവേറ്റീവ് വന്നത്. അപ്പോൾ അവിടെ ഡിഗ്രി ഡിഫൈൻഡ് അല്ല. ഓർഡർ അപ്പോഴും ഡിഫൈൻഡ് ആണ് കേട്ടോ. സോ ഓർഡർ 3 ആണ്. ഓർഡർ എഴുതിയ ടേമിന്റെ പവർ, അതാണ് ഡിഗ്രി. ഡിഗ്രി എന്തോ വരും? 2. ഡിഗ്രി = എന്താണ്? 2. അപ്പോൾ ചോദ്യം എങ്ങനെ വന്നാലും ഇതെല്ലാം കൂടെ ഒന്നും ഒരിക്കലും ചോദിക്കത്തില്ല. ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ കിട്ടുന്ന ഒരു മാർക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ആരും കളയത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. സോ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന ചോദ്യം വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് ഈ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്? നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഫോർമാറ്റ്സ് എന്ന് പറയുന്ന വേരിയബിൾ സെപ്പറബിൾ, ഹോമോജീനിയസ്, ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനകത്ത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനാണ് ഒരു സാധ്യത കൂടുതൽ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനൊക്കെയുള്ള ചോദ്യം വരുന്ന അവിടെയാണ്. അതിന് വലിയൊരു മുൻതൂക്കമുണ്ട്. എങ്കിൽ പോലും വേരിയബിൾ സെപ്പറബിളിൽ നിന്നുള്ള ചോദ്യം നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഹോമോജീനിയസ് ഞാൻ പരിചയപ്പെടുത്താൻ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് വലിയ സാധ്യതയില്ല. എങ്കിൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. വളരെ വിരളമായിട്ട് പബ്ലിക് എക്സാമുകൾക്ക് ഹോമോജീനിയസിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാണാറുമുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. വേരിയബിൾ സെപ്പറബിൾ, അതായത് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് അല്ലേ. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ സിയും കെയും എല്ലാം കോൺസ്റ്റന്റുകളാണ്. വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. ശരിയാണല്ലേ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറുന്നത്.
സോ എക്സും വൈയും ആണ് വേരിയബിൾസ്. അപ്പോൾ വേരിയബിൾസ് സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എക്സ് എല്ലാം ഒരു സൈഡിലാക്കാൻ പറ്റും. ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, അവിടെ ഡി എക്സ് ഉണ്ടാവും. വൈ എല്ലാം ഒരു സൈഡിലാക്കാം, അവിടെ ഡി വൈ ഉണ്ടാവും. ഈ രീതിയിൽ മാറ്റാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇൻറ്റു ഡി വൈ, ഈ രീതിയിൽ മാറ്റാൻ പറ്റുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? വേരിയബിൾ സെപ്പറബിൾ അല്ലെ? വേരിയബിൾ സെപ്പറബിൾ, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത് മൂന്നും വേരിയബിൾ സെപ്പറബിൾ വരുന്ന ചോദ്യങ്ങളാണ്. dy by dx is equal to 1 plus y square by 1 plus x square. ഇതിനെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് എക്സ് എല്ലാം ഒരു സൈഡിലാക്കണം, വൈ എല്ലാം ഒരു സൈഡിലാക്കണം. ഡി എക്സും ഡി വൈയും കറസ്പോണ്ടിംഗ്ലി ന്യൂമറേറ്റേഴ്സിൽ തന്നെ ആയിരിക്കണം. എക്സ് എല്ലാം ഒരു സൈഡിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡി വൈയെ പിടിച്ച് താഴോട്ട് കൊണ്ടുപോകരുത്. അങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. ഡി എക്സും ഡി വൈയും ഇതേപോലെ ന്യൂമറേറ്ററിലായിരിക്കണം. ആ ഫംഗ്ഷൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാം. പക്ഷെ ആ ഫംഗ്ഷനിലുള്ള വേരിയബിൾ എന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ. എക്സിലാണ് എക്സ് മാത്രം, വൈ ആണെങ്കിൽ വൈ മാത്രം. ഓക്കെ, എക്സും വൈയും കൂടെ ചേർന്നുള്ളൊരു ഫംഗ്ഷൻ ആവരുത്. നോക്കിക്കേ, ഇവിടെ അതാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണമെങ്കിൽ ഈ ഡി എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി. വൈ എല്ലാം ഒരു സൈഡിലാക്കണമെങ്കിൽ ഈ 1 plus y സ്ക്വയറിനെ നേരെ താഴെ ഇറക്കിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ ഡി വൈ ഡിവൈഡഡ് ബൈ 1 plus y സ്ക്വയറിനെ താഴോട്ട് എടുത്തുകൊണ്ട് ഡി എക്സിനെ അങ്ങോട്ട് കൊടുക്കുന്നു ബൈ 1 plus x സ്ക്വയർ. ഇപ്പോൾ ഡി എക്സും ഡി വൈയും കറസ്പോണ്ടിംഗ്ലി ന്യൂമറേറ്റേഴ്സിൽ തന്നെയാണ്. ഡി വൈയുടെ കൂടെ നിൽക്കുന്ന ഫംഗ്ഷൻ വൈയുടെ ഫംഗ്ഷനും ഡി എക്സിന്റെ കൂടെ നിൽക്കുന്ന ഫംഗ്ഷൻ എക്സിന്റെ ഫംഗ്ഷനും. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. If the question is converted into variable separable form, the next step is integrate both sides. Variable separable ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കിക്കേ, ഇന്റഗ്രൽ ഡി വൈ ബൈ 1 plus y സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ബൈ 1 plus x സ്ക്വയർ. രണ്ടും നേരിട്ടുള്ള റിസൾട്ടാണ്. 1 by 1 plus y സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്തുവാ? tan ഇൻവേഴ്സ് y അല്ലെ? tan ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus y സ്ക്വയർ. 1 by 1 plus x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്തുവാ? tan ഇൻവേഴ്സ് x. tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus x സ്ക്വയർ. പ്ലസ് എന്ത് വരും? c. ഇവിടെ വരെ എഴുതിയാൽ മതി. ഒരിക്കലും കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകരുത്. എന്തായാലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ ഉള്ള മാർക്ക് കൂടെ പോകും. ഇവിടെ വരെ എഴുതിയ ഫുൾ മാർക്ക് അഷ്വേർഡാണ്. ഓക്കെ, ചിലരുണ്ട് y is equal to tan of tan ഇൻവേഴ്സ് എന്നൊക്കെ എഴുതി എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെക്കും. അങ്ങനെ ചെയ്യണ്ട. ഇവിടെ വരെ എഴുതിയാൽ ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. dy by dx is equal to e raised to x minus y. e raised to x minus y. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെയാടാ എക്സ് എല്ലാം ഒരു സൈഡിലും വൈ എല്ലാം ഒരു സൈഡിലും ആക്കുന്നത്? ഇവിടെ വലതുവശത്ത് ഒരു ഐഡന്റിറ്റി രൂപത്തിലാണ് e raised to x minus y. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും a raised to m minus n. a raised to m minus n ഇൻഡിസസുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റീസ് ആണ്. ഓക്കെ, a raised to m minus n എക്സ്പോണന്റ് റിലേഷൻസ് എന്നൊക്കെ പറയും. a raised to m minus n എന്ന് പറഞ്ഞാൽ a raised to m by a raised to n ആണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണേ. a raised to m minus n എന്താണോ? a raised to m by a raised to n ആണ്. ഇത് ഒരുപക്ഷെ ചിലർക്ക് വലിയ പരിചയം കാണത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫ്രീക്വൻ്റ്ലി ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? a raised to m into a raised to n, a raised to m plus n നിങ്ങൾ പെട്ടെന്ന് പറയും. ശരിയല്ലേ? പക്ഷേ a raised to m minus n, a raised to m by a raised to n ആണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ a raised to m into a raised to n, a raised to m plus n ആണെന്ന് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട സാധനമാണ്. a raised to m minus n എന്താണ്? a raised to m by a raised to n. അപ്പോൾ അത് പ്രകാരം എന്തുവരും? dy by dx is equal to a raised to m എന്ന് പറഞ്ഞാൽ e raised to x, a raised to n എന്ന് പറഞ്ഞാൽ e raised to y. ശരിയല്ല? e raised to x minus y എന്ന് പറഞ്ഞാൽ e raised to x by e raised to y. ഇനി പ്രയാസമില്ലല്ലോ. എക്സ് എല്ലാം ഒരു സൈഡിലാക്കാം, വൈ എല്ലാം ഒരു സൈഡിലാക്കാം. ഈ e raised to y നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഈ ഡി എക്സിനെ നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? e raised to y ഇങ്ങോട്ട് വരുമ്പോൾ e raised to y dy is equal to dx അങ്ങോട്ട് പോകുമ്പോൾ e raised to x into dx. ശരിയല്ലേ? ഇപ്പം എക്സ് എല്ലാം ഒരു സൈഡിലായി, വൈ എല്ലാം ഒരു സൈഡിലായി. അങ്ങനെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. e raised to y യുടെ ഇന്റഗ്രൽ e raised to y തന്നെ is equal to e raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെ. ഇന്റഗ്രേഷൻ കഴിഞ്ഞ് c ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്, പ്ലസ് c. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളൊക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ.
അടുത്ത ക്വസ്റ്റ്യൻ y log y dx മൈനസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. y log y dx മൈനസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. ആദ്യത്തെ ജോലി എന്തുവാ? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. എക്സ് എല്ലാം ഒരു സൈഡിലാക്കണം, വൈ എല്ലാം ഒരു സൈഡിലാക്കണം. അപ്പോൾ അതിന് മുൻപേ തന്നെ ഈ ഒരു ടേം അപ്പുറം കൊണ്ടുപോകും. മൈനസ് എക്സ് ഡി വൈ അപ്പുറം കൊണ്ടുപോയാൽ y log y dx ഇസ് ഈക്വൽ ടു എക്സ് ഡി വൈ എന്ന് വരും. ശരിയാണല്ലോ. ഇനി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് പറഞ്ഞേ, ഡി എക്സ് ഈ എക്സ് നേരെ താഴോട്ട് ഇറക്കാം, ഡി എക്സ് ബൈ എക്സ് വരും. ഓൾറെഡി ഇവിടെ ഡി വൈ ഉണ്ട്, വൈയും ലോഗ് വൈയും നേരെ ഇങ്ങോട്ട് എടുക്കാം, വൈ ലോഗ് വൈ. ഇപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ആയല്ലോ, വൈ ലോഗ് വൈ. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. എക്സിനെ നേരെ താഴോട്ട് എടുത്തു, വൈ ലോഗ് വൈ ഇവിടെ ഗുണിച്ചേക്കുവാണ്, അപ്പുറം പോകുമ്പോൾ ഹരണമാവും. ശരിയല്ലേ? അപ്പോൾ ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ലോഗ് വൈ. എക്സ് എല്ലാം ഒരു സൈഡിലായി, വൈ എല്ലാം ഒരു സൈഡിലായി. ആഫ്റ്റർ ദാറ്റ് ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. എസ് 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്തുവാ? ലോഗ് എക്സ്. ഇവിടെ വൈ ലോഗ് വൈയുടെ ഇന്റഗ്രൽ 1 ബൈ വൈ ലോഗ് വൈയുടെ ഇന്റഗ്രൽ, അവിടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? കാരണം ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ വൈ പരിസരത്തുണ്ട്. ശരിയാണല്ലോ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ വൈ പരിസരത്തുണ്ട്. അപ്പോൾ ലോഗ് വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി ഇന്റഗ്രേഷനകത്ത് പഠിച്ചതാണ്. ലോഗ് വൈക്ക് പകരം നമുക്ക് ടി എന്ന് കൊടുക്കാം. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡി ടി. ശരിയാണല്ലോ. സോ ഇന്റഗ്രൽ ശ്രദ്ധിച്ചിരിക്കുക, 1 ബൈ വൈയും ഡി വൈയും ചേർന്ന് ഡി ടി ആവും. താഴെ ലോഗ് വൈയുടെ സ്ഥാനത്ത് ടി വരും. സബ്സ്റ്റിറ്റ്യൂഷൻ സൈഡിൽ എഴുതിയിട്ടോണേ, ലോഗ് വൈക്ക് പകരം ടി കൊടുക്കണം. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. അപ്പോൾ 1 ബൈ വൈ ഡി വൈ എന്നുള്ളത് ഡി ടി ആവും. ലോഗ് വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ടി കൊടുക്കണം. ഓക്കെ. ഇനി 1 ബൈ ടിയുടെ ഇന്റഗ്രൽ അറിയാമല്ലോ. 1 ബൈ ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ലോഗ് ടി. അതായത് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടി എന്ന് വരും. ശരിയല്ലേ? ഇന്റഗ്രൽ 1 ബൈ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോഗ് ടി ആണ്. ഇന്റഗ്രേഷന് ശേഷം എന്താ ആഡ് ചെയ്യുക? സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഇനി ടിക്ക് പകരം തിരിച്ച് നമ്മൾ പഴയ വാല്യൂ തിരിച്ചു കൊടുക്കണം. ടി എന്ന് പറഞ്ഞാൽ ലോഗ് വൈ ആണ്, അത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടിയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? ലോഗ് വൈ പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടം വരെ എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുന്നോട്ട് പോകാം. ലോഗ് വൈ ലെഫ്റ്റിലേക്ക് എടുത്തുകൊണ്ട് ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടം വരെ എഴുതിയാലും പരീക്ഷയ്ക്ക് ടീച്ചേഴ്സ് ഫുൾ മാർക്ക് തരും, ആ കാര്യം ഉറപ്പാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന അടുത്ത സ്റ്റെപ്പ് വരെയെങ്കിലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, ഫർദർ സിംപ്ലിഫിക്കേഷൻ ഇല്ലെങ്കിലും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുക. എക്സ് എല്ലാം ഒരു സൈഡിലാക്കണം, വൈ എല്ലാം ഒരു സൈഡിലാക്കണം. ആഫ്റ്റർ ദാറ്റ് ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് ടു ഗെറ്റ് ദി ഫൈനൽ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം സി വരുന്നുണ്ട്. സി വരുവാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ജനറൽ സൊല്യൂഷൻ. ചില ചോദ്യങ്ങളിനകത്ത് ചില കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എന്നോ അല്ലെങ്കിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് എന്നോ ഒക്കെ പറയും. അങ്ങനെ കണ്ടീഷൻ തരുന്ന ചോദ്യങ്ങളുണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടം വരെ ചെയ്തതിന് ശേഷം സിയുടെ വില കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ആയിരിക്കും, സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ഈ ഇക്വേഷനകത്ത് കൊടുത്തുകൊണ്ട് സി കണ്ടുപിടിച്ചതിന് ശേഷം സിയുടെ വില ഒരു ന്യൂമറിക്കൽ വാല്യൂ 3, 5, -2 വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സിയുടെ വില ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്ന ഫൈനൽ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. എന്താണ്? പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ചോദ്യം ചോദിക്കാം, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ചോദ്യം ചോദിക്കാം. പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിൽ സി കണ്ടുപിടിക്കാനുള്ള ക്ലൂ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to -4xy² given that y is equal to 1 when x equal to 0. 4 മാർക്കിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. നന്നായിട്ട് എഴുതി പഠിച്ചോണം, ശ്രദ്ധിച്ചിരിക്കണേ. dy by dx is equal to -4xy². വേരിയബിൾ സെപ്പറബിൾ ആണ്, കാണുമ്പോഴേ അറിയാം. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. എക്സ് എല്ലാം ഒരു സൈഡിലാക്കണം, വൈ എല്ലാം ഒരു സൈഡിലാക്കണം. ഓക്കെ അല്ലേ? സോ ആദ്യമേ നമുക്ക് അതിനു വേണ്ടി y² നേരെ താഴോട്ട് ഇറക്കാം. dy ഡിവൈഡഡ് ബൈ y² ഇസ് ഈക്വൽ ടു
-4x അവിടെ ഉണ്ട്, ഈ ഡി എക്സ് നേരെ ഇങ്ങോട്ട് കൊടുത്തു, ഡി എക്സ് ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഈ വൈ സ്ക്വയർ താഴെ ഇറക്കുക ചെയ്തത്. ഓക്കെ, ഡി വൈയുടെ താഴോട്ട് വൈ സ്ക്വയറിനെ കൊണ്ടുവന്നു, അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡി എക്സിനെ അങ്ങോട്ട് കൊടുത്തു, -4x dx. എന്തിനു വേണ്ടി അത് ചെയ്തേ? വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ എക്സ് എല്ലാം ഒരു സൈഡിലായി, വൈ എല്ലാം ഒരു സൈഡിലായി, ശരിയാണല്ലോ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിന് ശേഷം ഇന്റഗ്രൽ കൊടുത്താൽ മതി. ക്ലിയർ? 1/y² ഇന്റഗ്രൽ, നമ്മൾ ഇന്റഗ്രലിന്റെ ഒരു മണിക്കൂർ 16 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ഒരു വീഡിയോ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ കളക്ഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യമേ തന്നെ എല്ലാ ഇക്വേഷൻസിന്റെയും ഒരു സ്ലൈഡ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനകത്ത് വളരെ പ്രാധാന്യാർഹിതമായി എടുത്തു പറഞ്ഞാണ് 1/y² വന്നു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. ഇന്റഗ്രൽ 1/x² dx എന്ന് പറഞ്ഞാൽ ആൻസർ -1/x ആണ്. അപ്പൊ ഇന്റഗ്രൽ 1/y² എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? -1/y. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ x²/2. ഇന്റഗ്രേഷൻ കഴിഞ്ഞ് സി ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. 2ഉം 4ഉം വെട്ടി 2 നൽകാം. ഓക്കെ, സോ -1/y ഇസ് ഈക്വൽ ടു -2x² പ്ലസ് സി. ക്ലിയർ? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇത് ജനറൽ സൊല്യൂഷൻ ആണ്. സാധാരണഗതിയിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെ എഴുതിയാൽ മതി, ജനറൽ സൊല്യൂഷൻ വരെ എഴുതിയാൽ മതി. പക്ഷെ നമ്മളോട് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. വൈക്ക് 1 കൊടുത്താൽ എക്സിന് 0 കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുത്തോ. അപ്പൊ ഞാൻ y = 1ഉം x = 0യും ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാൻ പോവാം. ഓക്കെ, അപ്പൊ എന്ത് വരും എന്ന് പറഞ്ഞേ? -1 ഡിവൈഡഡ് ബൈ y കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കണം. 1 = 2 ഇൻറ്റു എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 0 അല്ലേ? അപ്പൊ 2 × 0² എന്ന് പറഞ്ഞാൽ 2 × 0 ആണ്. പ്ലസ് ആര് നിപ്പുണ്ട്? ഒരു സി നിപ്പുണ്ട് അല്ലെ? പ്ലസ് സി. -1/1 എന്ന് പറഞ്ഞാൽ -1 തന്നെ. 2 × 0 എന്ന് പറഞ്ഞാൽ 0, 0 പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി. അപ്പൊ സി = -1 കിട്ടി. ഇനി ഈ സിയുടെ വില ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് എഴുതുന്നതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. അപ്പൊ എന്തുവരും? -1/y = -2x². സിയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? -1 കൊടുക്കണം അല്ലെ? -1. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 ടേംസിനകത്ത് മൈനസ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ അതെല്ലാം പ്ലസ് ആക്കി കിട്ടും, ശരിയല്ലേ? അപ്പൊ എല്ലാവരുടെയും സൈൻ മാറ്റിക്കോ. 1/y എന്നുള്ളത് -1/y എന്നുള്ളത് 1/y ആവും. -2x² എന്നുള്ളത് +2x² ആവും. -1 എന്നുള്ളത് +1 ആവും. ത്രൂ ഔട്ട് സൈൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സൈൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ dy/dx എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ എഴുതേണ്ടത് y = എന്ന് പറഞ്ഞാണ്. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും മാർക്ക് കുറയത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതാവുന്ന ഒരു രൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും തിരിച്ചിടുക. ഇവിടെ താഴെ ഒരു 1 ഉണ്ടെന്നാണല്ലോ വൈപ്പ്, ശരിയല്ലേ? താഴെ 1 ഉണ്ടെങ്കിലും വിലയ്ക്ക് വ്യത്യാസമില്ല. രണ്ട് സൈഡും തിരിച്ചിടുവാണേ. 1/y തിരിച്ചിടുമ്പോൾ എന്ത് വരും? y വരും. = ഇയാളെ തിരിച്ചിടുമ്പോൾ എന്ത് വരും? 1/2x² + 1. y = എന്ന് എഴുതാൻ വേണ്ടി മാത്രം. ഇവിടം വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടം വരെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ എഴുതിയാൽ ഒന്നുകൂടെ വൃത്തിയാണ്. കാരണം ടീച്ചേഴ്സിന്റെ കയ്യിലെ ആൻസർ കീക്കകത്ത് ഈ ഉത്തരവായിരിക്കും. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ മറക്കാതെ പഠിക്കണം. അടിപൊളിയായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അത് നമുക്ക് മസ്റ്റായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അത് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, സ്ഥിരമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക, അതിനുശേഷം അത് സോൾവ് ചെയ്യുക, അങ്ങനെ പറയുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നോക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദീസ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നുള്ള വാക്കുണ്ടെങ്കിൽ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ഉണ്ട്, അത് ആദ്യമേ പഠിക്കണം. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് dy/dx പ്ലസ് py = q ഈസ് കോൾഡ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ്? dy/dx പ്ലസ് py = q രൂപത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മളൊരു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അതിനെ IF എന്ന് ഡിനോട്ട് ചെയ്യും. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു e റൈസ് ടു ഇന്റഗ്രൽ PdX. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? e റൈസ് ടു ഇന്റഗ്രൽ PdX. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യും? അതിന്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇതാണ് y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx. ഇപ്പൊ dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q രൂപത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e റൈസ് ടു ഇന്റഗ്രൽ PdX ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയാൽ അതിന്റെ സൊല്യൂഷൻ y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു dx. ഓക്കെ, ഇത്രയും ഒരു ബേസ് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? x ഇൻറ്റു dy/dx പ്ലസ് 2y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താണ്? ഈ dy/dxന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഒന്നായിരിക്കണം അല്ലെ? dy/dxന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആൾ ഒന്നായിരിക്കണം. അപ്പൊ ഇവിടെ എക്സ് ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഒന്നാക്കണമെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് കട്ട് ചെയ്യുക. ഡിവൈഡ് ത്രൂ ഔട്ട് വിത്ത് എന്താണ്? എക്സ് കൊണ്ട് ത്രൂ ഔട്ട് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും? എക്സ് കൊണ്ട് കട്ട് ചെയ്താൽ dy/dx വരും. ഇവിടെ 2/x ഇൻറ്റു y എന്ന് വരും. ശരിയല്ലേ? 2ന്റെ താഴെ എക്സ് വരും. എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഹരിച്ചാൽ എക്സ് തന്നെ. ശരിയാണല്ലോ? ഇനി ഇതിനെ എന്തുമായിട്ട് താരതമ്യപ്പെടുത്തുക? നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടുള്ള dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു ക്യൂവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e റൈസ് ടു ഇന്റഗ്രൽ PdX ആണ്. അപ്പൊ നമുക്ക് p യുടെ വിലയാണ് വേണ്ടത് അല്ലെ? p എന്ന് പറയുന്നത് എന്ത് വരും? 2/x. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e റൈസ് ടു ഇന്റഗ്രൽ PdX ആണ്. സോ e റൈസ് ടു ഇന്റഗ്രൽ p യുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? 2/x dx. സോ e റൈസ് ടു 2 കോൺസ്റ്റന്റ് ആണ്, പുറത്ത് നിർത്തിയാൽ ഇന്റഗ്രൽ 1/x dx ഇസ് ഈക്വൽ ടു e റൈസ് ടു 2 ഇൻറ്റു 1/xന്റെ ഇന്റഗ്രൽ എല്ലാവർക്കും അറിയാം, log x. അറിഞ്ഞില്ലെങ്കിൽ അറിയണം. 1/x എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 1/xന്റെ ഇന്റഗ്രൽ log x ആണ്. കാരണം log xന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ ഇനി അടുത്തതായിട്ട് ലോഗരിതത്തിന്റെ ഐഡന്റിറ്റി n log a എന്താണ്? n log a എന്ന് പറഞ്ഞാൽ log a റൈസ് ടു n ആണ്. ശരിയല്ല? ഈ ലോഗിന്റെ കൂടെ നിൽക്കുന്ന ആള് അകത്ത് കിടക്കുന്ന ആളുടെ പവറിലോട്ട് വിടാം. അപ്പൊ എന്ത് വരും? 2 log x എന്ന് പറഞ്ഞാൽ log xന്റെ പവറിലോട്ട് ആ 2 വരും അല്ലെ? log x സ്ക്വയർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി, ഇയുടെ പവർ ലോഗ് വന്നാൽ, അതായത് e റൈസ് ടു ലോഗ് ഏത് ഫംഗ്ഷൻ വന്നാലും ഒരു f(x) എന്ന് ജനറലൈസ് ചെയ്ത് പറയാം, അതിന്റെ ആൻസർ f(x) തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം e റൈസ് ടു ലോഗ് tan x വന്നെന്ന് വെച്ചോ, അതിന്റെ ആൻസർ എന്തായിരിക്കും? tan x ആയിരിക്കും. e റൈസ് ടു ലോഗ് സൈൻ സ്ക്വയർ x വന്നെന്ന് വെച്ചോ, അതിന്റെ ആൻസർ സൈൻ സ്ക്വയർ x ആയിരിക്കും. ഓക്കെ, അതായത് e റൈസ് ടു ലോഗ് എന്ത് വന്നാലും അതിന്റെ ആൻസർ എന്തായിരിക്കും? ലോഗിനുള്ളിൽ കിടക്കുന്ന ആളാരാണോ അതായിരിക്കും ആൻസർ. ഓക്കെ, ജനറലി e റൈസ് ടു ലോഗ് f(x) ആണെന്ന് പറയാം. അപ്പൊ e റൈസ് ടു ലോഗ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ x സ്ക്വയർ ആയിരിക്കും ആൻസർ വരുന്നത്. സോ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? x സ്ക്വയർ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, സോൾവ് dy/dx പ്ലസ് y/x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. കാണുമ്പോഴേ അറിയാം നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ തന്നെയാണ് ചോദ്യം. ഐ എം കമ്പയറിംഗ് ദിസ് വിത്ത് dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q. p എന്ന് പറഞ്ഞാൽ എന്താണ്? y യുടെ കൂടെ നിൽക്കുന്ന ആള് 1/x. അപ്പൊ p എന്ന് പറഞ്ഞാൽ 1/x. q എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ. q എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. ദാറ്റ് ഈസ് e റൈസ് ടു ഇന്റഗ്രൽ PdX, e റൈസ് ടു ഇന്റഗ്രൽ 1/x dx, e റൈസ് ടു 1/xന്റെ ഇന്റഗ്രൽ log x. എക്സ്പോണൻഷ്യൽ ലോഗരിതമിക്കും വന്ന ക്യാൻസലായി, എക്സ് മാത്രമാവും ഉത്തരം. നേരത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. e റൈസ് ടു ലോഗിനുള്ളിൽ ആര് വന്നാലും അതായിരിക്കും ഉത്തരം.
ഓക്കെ, ഇപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയ സൊല്യൂഷൻ എന്തുവാ? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. ശരിയല്ലോ? സോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ്, ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു q എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് ഡി എക്സ്. സോ y ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറും എക്സും കൂടെ ഗുണിച്ച് എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരും. ശരിയാണല്ലോ? സോ y ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4/4. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് സി ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഓക്കെ, ഇവിടം വരെ എഴുതിയിട്ടാൽ മതി. വൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4/4 പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് 3 ടൈപ്പാണ് പഠിക്കാനുള്ളത്. 1 വേരിയബിൾ സെപ്പറബിൾ, 2 ഓർഡിനറി ലീനിയർ, 3 ഹോമോജീനിയസ്. ഹോമോജീനിയസിൽ വരുന്ന ചോദ്യമാണിത്. ഹോമോജീനിയസിൽ വരുന്ന ചോദ്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന രൂപത്തിലായിരിക്കും ചോദ്യം. അവിടെ ഓരോ ടേംസിൻ്റെയും പവർ സെയിം ആയിരിക്കണം. അതായത് ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ്, താഴെ എക്സിൻ്റെ പവർ 1 ആണ്. ശരിയല്ലേ? ഇത് ഈ ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ രൂപത്തിലോ അല്ല, പ്രഥമ ദൃഷ്ട്യാ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോ അല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ, ആ ഓരോ ഫംഗ്ഷനിൽ വരുന്ന ടേംസിന്റെ പവറുകൾ സെയിം ആണെങ്കിൽ അത് ഏത് ടൈപ്പിൽ വരുന്നതായിരിക്കും? ഹോമോജീനിയസ് അല്ലെ? ഹോമോജീനിയസ് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഈ ടൈപ്പിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. അത് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. y ഇസ് ഈക്വൽ ടു വി എക്സ് എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ മതി. വി ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ്. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് നല്ല വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഹോമോജീനിയസിൽ നിന്നൊരു ചോദ്യം വന്നാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈക്ക് പകരം വി എക്സ് കൊടുക്കണം, ഡി വൈ ബൈ ഡി എക്സ് കാണുന്ന സ്ഥലത്തോട്ട് എന്ത് കൊടുക്കണം? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹോമോജീനിയസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? എല്ലാ ടേംസിൻ്റെ പവർ സെയിം ആയിരിക്കണം. ശരിയല്ലേ? ഇനി ഇതാണ്ടേ ഡി വൈ ബൈ ഡി എക്സ് കാണുന്ന സ്ഥലത്തോട്ട് ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കാണുന്ന സ്ഥലത്തോട്ട് വി എക്സ് കൊടുത്തു, ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ്. ഓക്കെ ആണേ? മുകളിൽ നിന്ന് എക്സ് പുറത്തെടുത്താൽ എന്ത് വരും? എക്സ് ഇൻറ്റു 1 പ്ലസ് വി ഡിവൈഡഡ് ബൈ എക്സ്. ശരിയാണല്ലോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് പ്ലസ് വി എക്സ് തിരിച്ചു കിട്ടും. എക്സും എക്സും വെട്ടിയാൽ എന്ത് വരും? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ബാക്കി ഇവിടെ 1 പ്ലസ് വി ആണ് ബാക്കിയുള്ളത്. ക്ലിയർ? ഇനി ഇതണ്ട വിയും വിയും ക്യാൻസൽ ചെയ്യാമല്ലോ, 2 സൈഡിലും വിയും വിയും ക്യാൻസൽ ആയാൽ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇത് വേരിയബിൾ സെപ്പറബിൾ രൂപത്തിലേക്ക് മാറി. ഹോമോജീനിയസ് ആണെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസിന്റെ സഹായത്തോടു കൂടി ചോദ്യം വേരിയബിൾ സെപ്പറബിളിലേക്ക് മാറും. ഇനി ആ വേരിയബിൾ സെപ്പറബിൾ വെച്ചുകൊണ്ട് ചെയ്താൽ മതി. എക്സ് നേരെ ഇങ്ങോട്ട് കൊടുക്കുക, എക്സ് ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് നേരെ ഇങ്ങോട്ട് വരാൻ ഡി എക്സ് വരും. ഇനി എക്സ് എല്ലാം ഒരു സൈഡിലാക്കണം, അതിന്റെ ഭാഗമായിട്ട് എക്സിനെ ഇപ്പുറം കൊണ്ട് ഹരിക്കണം. ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. വേരിയബിൾസ് സെപ്പറേറ്റഡ് ആയി, എക്സ് എല്ലാം ഒരു സൈഡിൽ, വി എല്ലാം ഒരു സൈഡിൽ. എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, 2 സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി ആണ്, ശരിയല്ലയോ? ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ വി ആണ്. ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. 1/xന്റെ ഇന്റഗ്രൽ എന്തുവാ? ലോഗ് എക്സ്. ഇന്റഗ്രേഷൻ കഴിഞ്ഞ് സി ആഡ് ചെയ്യുന്നവരെ മറന്നു പോകരുത്. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വിക്ക് പകരം നമ്മുടെ ചോദ്യം എക്സിലും വൈയിലും ആണ്. അപ്പോൾ ഉത്തരം പൂർണ്ണമായിട്ടും എക്സിലും വൈയിലും തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് y ഇസ് ഈക്വൽ ടു വി എക്സ് ആണ് എന്ന് നമുക്കറിയാം. y ഇസ് ഈക്വൽ ടു വി എക്സ് ആണെന്ന് അറിയാം. അവിടുന്ന് v എന്ന് പറഞ്ഞാൽ എന്ത് വരും? y ബൈ എക്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ v ഈക്വൽ ടു y ബൈ എക്സ്, ഈ v കാണുന്ന സ്ഥലത്തോട്ട് y ബൈ എക്സിനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് വരും? y ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇവിടം വരെ എഴുതിയാൽ മതി. ഫുൾ മാർക്ക് കൺഫേംഡ് ആണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ എക്സ് അപ്പുറം കൊണ്ട് ക്രോസ് ചെയ്തൊക്കെ സിമ്പിൾ ആക്കി വെക്കാം, അതിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മുടെ ചോദ്യം പൂർണ്ണമായിട്ട് എക്സിലും വൈയിലോട്ട് ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷം പൂർണ്ണമായും എക്സിലും വൈയിലേക്കും നമ്മുടെ ഉത്തരം മാറിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഫുൾ മാർക്കിനുള്ള എല്ലാ വകുപ്പും ആയി കഴിഞ്ഞു. y ഇസ് ഈക്വൽ ടു എന്ന രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും ഇപ്പോൾ ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ രീതിയിൽ ഈ ചാപ്റ്ററിലെ ഒരു ഔട്ട്ലുക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓർഡറും ഡിഗ്രിയും ചോദിച്ചാലും വേരിയബിൾ സെപ്പറബിൾ എന്ന് ചോദിച്ചാലും ഹോമോജീനിയസ് എന്ന് ചോദിച്ചാലും ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചാലും ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്.